അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ 2015 മോഡൽ 17 സീറ്റ് ഇൻറ്റീരിയലും അതേപോലെ തന്നെ എക്സ്റ്റീരിയലും വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് വന്നാണ് 17 സീറ്റ് സെയിലിനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് 15 മോഡലാണ്, 17 സീറ്റ്. ഇൻറ്റീരിയൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ്, ബെർത്ത്, TV ക്യാബിൻ, AC ക്യാബിൻ ഫുള്ള് കംപ്ലീറ്റ്. അതായത് നമ്മുടെ നിലവിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ കമ്പനി എങ്ങനെയാണോ വന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം AC ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ പവർ സ്റ്റിയറിങ്, അതുമാതിരി ഇൻറ്റീരിയൽ ഒന്നും വർക്കുകൾ ഉണ്ടായിരുന്നില്ല, അതേമാതിരി തന്നെ എക്സ്റ്റീരിയർ വർക്കുകൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇൻറ്റീരിയലാണെങ്കിൽ ഫുള്ളായിട്ട് വർക്ക്, അതേപോലെ തന്നെ പാച്ച് വർക്ക്, പെയിൻറ്റിങ്, ഔട്ട് സൈഡ് വർക്കാണെന്നുണ്ടെങ്കിൽ സ്കേലിയർ, സ്കേർട്ടിങ്. അതായത് ഒരു വണ്ടി പുതിയ വണ്ടി എങ്ങനെയാണോ വരുന്നത് ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇത്ര നാൾ 15 എന്ന് പറയുമ്പോൾ 2024 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 9 കൊല്ലത്തോളം വണ്ടിക്ക് പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൊല്ലത്തിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ രജിസ്ട്രേഷൻ വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാട് നമ്മുടെ ഇവിടുത്തെ മാതിരി വണ്ടീനെ സ്നേഹിക്കുന്ന ആൾക്കാരുകളല്ല പുറത്തുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യന്ത്രം എന്നുള്ളൊരു കൺസെപ്റ്റിൽ മാത്രമാണ് ഈ വണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടേതായ ഓൾട്രേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സെയിലിനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ പേര് മാറി നമ്പറൊക്കെ അയക്കുകയാണ് വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഈ വണ്ടിക്കല്ല, അടുത്ത വണ്ടികളുണ്ട്. നിലവിൽ ഈ വണ്ടി നമ്മളൊരു ടോക്കൺ അഡ്വാൻസ് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി വിളിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ മേടിച്ചായിരുന്നതുകൊണ്ട് ഇനി അവർക്കാണ് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ വണ്ടി ഇട്ട പാടെ തന്നെ വണ്ടി ഇറ്റു, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഒരുപാട് പരാതികൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടി ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടി പണിത് തീർന്നിട്ട് കംപ്ലീറ്റ് ആവണായിട്ട് മുമ്പ് തന്നെ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഒരു വണ്ടി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ രീതിയിലായിട്ട് വണ്ടി ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മുമ്പായിട്ട് ഒരു 80% വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും പാർട്ടി ഒന്ന് അഡ്വാൻസ് തരണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വണ്ടി പണി കഴിഞ്ഞാണ് വണ്ടി കാണിക്കാനായിട്ടില്ലാത്തത്.
നമ്മൾ ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മളിവിടെ സെയിൽ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക് സൈഡാണെങ്കിലും അതേപോലെ തന്നെ ബോഡി സൈഡാണെങ്കിലും ഒരുപാട് വർക്കുകൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിൽ വണ്ടി ആക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണ ഭാഗങ്ങൾ വെടുപ്പായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും അത്ര നല്ല രീതിയിൽ തന്നെയാണ് നീറ്റായിട്ടും കംപ്ലീറ്റ് ചെയ്തേക്കണതും. മെക്കാനിക് സൈഡ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ സൈഡ് ടൈമിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പമ്പിൻ്റെ ഭാഗമാണെങ്കിൽ പമ്പിൻ്റെ ഭാഗം നോക്കിയിട്ടുണ്ട്, ടർബോയുടെ ഭാഗമാണെങ്കിൽ ടർബോയുടെ ഭാഗവും നോക്കിയിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുഷുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുമാതിരി 4 വീൽ ഗ്രീസിങ്, അതേപോലെ തന്നെ ലീഫ് ബെൻഡിങ് കാര്യങ്ങൾ, പിന്നെ ഹാൻഡ് ബ്രേക്ക്. അതായത് ഓൾമോസ്റ്റ് ഒരു വണ്ടി എങ്ങനെ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അതിൽ വിട്ട് ഒരുപാട് മെക്കാനിക് സൈഡ് തന്നെ ഏകദേശം ഒരു 60,000 രൂപയോളം നമ്മൾ ഈ വണ്ടിമേ ചിലവാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയണ ഒരു വണ്ടിയല്ല, നമ്മൾ പുറത്തുനിന്ന് എടുത്താണ് വണ്ടികളാണ്. അപ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു പാർട്ടിക്ക് വണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം കൂടി മെയിനായിട്ട് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴക്കത്തിൻ്റേതായുള്ളൊരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ മാക്സിമം മേജറായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ഏവറേജ് ഒരു മാസത്തോളമായിട്ട് വണ്ടി ഷെഡിലായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന വണ്ടി ആയത് കാരണം കൊണ്ട് അവിടെ ഉപയോഗിക്കുന്ന രീതി വേറെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രീതി വേറെ. അപ്പോൾ നമ്മുടേതായ രീതിയിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മെക്കാനിക്കുകൾ ഇനി അടുത്തും, അതായത് വലിയ മേജറായിട്ടുള്ള വർക്കുകളല്ല, വണ്ടി ഓടുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇത്തരം വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയണ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് വണ്ടിയുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ എക്സ്റ്റീരിയർ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് A to Z നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. അപ്പോൾ കമ്പനി AC വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്ക് ACനായിട്ടും എന്തുകൊണ്ടും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഉത്തമം എന്ന് പറഞ്ഞത് ബെർത്ത് AC ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കി AC ആണ്. അത് ജിങ്കി AC പുതിയ തന്നെയാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. വണ്ടി വരുമ്പോൾ AC ഇല്ലാത്ത കാരണം കൊണ്ട് ഫുള്ള് പുതിയ AC കയറ്റിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ആൾട്ടർനേറ്റർ 120ൻ്റെ ആൾട്ടർനേറ്ററും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെക്കാനിക് ആണെങ്കിലും 1 ലക്ഷം വരെ ഇനി ടൈമിങ് കാര്യങ്ങൾ നോക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ മെക്കാനിക്ക് മേജറായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കാരണം കൊണ്ട് ചെറിയ മെയിൻ്റെനൻസ് മാത്രം നമുക്കിതുമ്പോൾ നോക്കിയാൽ മതി. പിന്നെ AC ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ AC പുതിയതാണെന്ന് പറഞ്ഞ പോലെ പുതിയ AC ആണ്. അപ്പോൾ ഒരു 2 കൊല്ലത്തേക്കെങ്കിലും നമുക്ക് AC ഭാഗത്തേക്ക് തിരിഞ്ഞേ നോക്കേണ്ട കാര്യമില്ല. അതേപോലെ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ 120ൻ്റെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ളത് ഇതേമാതിരി ലോഡുള്ള AC ആണ്. അപ്പോൾ അത് കാരണം 120ൻ്റെ തന്നെ ആൾട്ടർനേറ്റർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ AC ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ ചെയ്താണെന്നാണ്. ഇൻറ്റീരിയൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയൽ ടോപ്പ് ഗ്ലാസ്സിൽ പിക്സൽ ടൈപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് പോസ്റ്റ്, സൈഡ് ബേഡ്, പ്ലാറ്റ്ഫോം ആണെങ്കിൽ പ്ലൈവുഡ് ഇട്ട് മാറ്റ് ഒട്ടിച്ച് നമ്മുടെ ട്രെയിനിലൊക്കെ വരുന്ന ടൈപ്പ് മാറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഫോം ചെയ്ത് സീറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ സംബന്ധിച്ചിടത്തോളം ഡാഷ്ബോർഡ് വുഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റമാണ് അടുത്തൊരു ചോയ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ഘടകമായിട്ട് വരുന്ന പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റമാണ്. സൗണ്ട് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും അല്ലെങ്കിൽ എല്ലാ സൗണ്ട് സിസ്റ്റത്തിലെ എല്ലാ സാധനങ്ങളും സ്പീക്കറാണെങ്കിലും സെറ്റാണെങ്കിലും ഇൻവെർട്ടർ ആണെങ്കിലും എല്ലാം പുതിയതാണ്. അപ്പോൾ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാറണ്ടി ഉള്ളതിന് അതും ഏകദേശം 1 കൊല്ലത്തോളം എല്ലാ പീസിനും വാറണ്ടി കാര്യങ്ങളുണ്ട്. പിന്നെ ഔട്ട് സൈഡ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ പാച്ച് വർക്ക് ആണെങ്കിൽ പാച്ച് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ട് ഫുള്ള് അടിയാണെങ്കിൽ പെയിൻ്റ് അടിച്ച് അണ്ടർ ബോഡി പെയിൻറ്റിങ് കഴിച്ച് അതേപോലെ തന്നെ ഫുള്ള് ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് അത്യാവശ്യം നല്ല മിറർ ഫിനിഷിങ്ങിലാണ് പെയിൻറ്റിങ് വണ്ടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു ഫിനിഷിങ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കർ വലിയ രീതിയിലല്ല, സിമ്പിളായിട്ടൊരു സൈഡ് ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രേ ആണ് നമ്മുടെ ഈ വണ്ടിയുടെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, വൈറ്റിൽ. അപ്പോൾ ആ ഒരു കളർ തീമിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിക്കർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടയറും പുതിയതാണ്. പിന്നെ സ്റ്റെപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതാണ്, പക്ഷേ ഓടാം അത്രയുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടി എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 കൊല്ലത്തേക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും പുതിയതായതുകൊണ്ട് ചെറിയൊരു രീതിയിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കൊരു 5 കൊല്ലം ഒരു 6 കൊല്ലത്തേക്ക് വണ്ടിയുടെ ഭാഗത്തേക്ക് വേറെ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ഇറക്കേണ്ടി വരില്ല. പിന്നെ ഈ വണ്ടിമേ ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറക്കിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 to 9 ലക്ഷം രൂപ നമ്മൾ ഇതിപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്ക് ആണെങ്കിൽ തന്നെ മെക്കാനിക്ക്, അതേപോലെ തന്നെ ടയർ ഭാഗം, പേപ്പർ വർക്ക്, അമരി AC, പിന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഫുൾ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ സൗണ്ട് സിസ്റ്റം, പിന്നെ അഡീഷണലി എക്സ്ട്രാ പിടിപ്പിച്ചാണ് ഫിറ്റിങ്സ് കാര്യങ്ങൾ. അതേമാതിരി ഇൻസൈഡിലാണെങ്കിലും നോർമലി AC ട്രിപ്പ് പോവുകയാണെങ്കിൽ തന്നെ ഫാന് കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ടൈപ്പ് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആരെങ്കിലും വണ്ടികൾ സെയിലിനുണ്ടെങ്കിലും അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിലും വിൽക്കാനാണെങ്കിലും നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒരു എമൗണ്ട് ചെയ്തിട്ട് നല്ലൊരു ഡീലായിട്ട് നടത്താനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിലുള്ളതാണ്. ഒരു ഏകദേശം 82 തൊട്ടിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മളെ പറ്റിയിട്ട് അത്യാവശ്യം നമ്മൾ ഒരുവിധം എല്ലാവിടേക്കും നമ്മൾ വണ്ടികൾ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ നമ്മുടേതായിട്ടുള്ളൊരു വർക്കിൽ അടുത്തൊരു പുതിയൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ വണ്ടികൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പായിരുന്നു ചെയ്തായിരുന്നത്. ഇപ്പോൾ ഒരു കുറഞ്ഞതൊരു 10 വർഷത്തിന് ശേഷം ട്രാവലറിൽ വണ്ടി ചെയ്യൽ കുറവായിരുന്നു, നമ്മൾ എടുക്കാറ് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഓൾറെഡി വണ്ടികൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടികൾ ഭയങ്കര ഷോർട്ടായി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വണ്ടികൾ കൊണ്ടുവന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വണ്ടി കൊണ്ടുവരുമ്പോൾ നമുക്ക് വർക്കാണ് നമുക്ക് ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പേപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഭാഗങ്ങളിലാണെങ്കിലും നമ്മൾ ഫുള്ള് വർക്ക് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.